സ്കൂൾ കായികമേള വളരെയേറെ പ്രാധാന്യത്തോടെയും ലോക ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിലും സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടതിന് ബഹുമാന്യനായ മന്ത്രി ആ കായികമേളയ്ക്ക് സാധാരണ ഒരു സ്പോർട്സിന്റെ സംസ്ഥാനതല മത്സരം എന്നതിന് പകരം ഒരു ഒളിമ്പിക്സ് എന്ന പേര് നൽകി അതിനോടൊപ്പം നിൽക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഫലപ്രദമായ ഒരു മത്സരമാക്കി ഇതിനെ മാറ്റി. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോക ശ്രദ്ധയാകർഷിക്കുന്ന മത്സരമായി സ്കൂൾ സ്പോർട്സ് മാറുന്നത്. വലിയ മഴയും അതിനെ തുടർന്നുള്ള പ്രകൃതിപരമായിട്ടുള്ള പ്രയാസങ്ങളും സ്വാഭാവികമായിട്ടും ഈ സ്പോർട്സിനെ സംബന്ധിച്ചൊരു ഉത്കണ്ഠയായിരുന്നു ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ സ്പോർട്സ് മത്സരങ്ങൾ ഓരോന്നും ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഫലപ്രദമായിട്ട് സംഘടിപ്പിക്കുക എന്നുള്ള പ്രയാസം സ്പോർട്സ് അറിയുന്ന ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ താൽക്കാലികമായ രീതിയിൽ വളരെ ഫലപ്രദമായി മത്സരം നടത്താൻ സാധിക്കുന്ന സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയം, ഒരു സ്റ്റേഡിയം മാത്രമല്ല നിരവധി സ്റ്റേഡിയങ്ങൾ തയ്യാറാക്കി മത്സരങ്ങൾ മഴയത്തും വെയിലത്തുമെല്ലാം മത്സരാർത്ഥികൾക്ക് ആരോഗ്യകരമായ ചുറ്റുപാട് തന്നെ മത്സരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒളിമ്പിക്സിന്റെ എല്ലാ ഐറ്റങ്ങളും ഞങ്ങളിപ്പോൾ ഏറ്റവും അവസാനം കണ്ടത് പുതുതായിട്ട് ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കളരിപ്പയറ്റ്. കേരളത്തിന്റെ ആയോധന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കളരിപ്പയറ്റ്. കളരിപ്പയറ്റ് ഇപ്രാവശ്യം കുട്ടികൾ നല്ല ഫലപ്രദമായി എല്ലാ ജില്ലയിൽ നിന്നുള്ള 14 ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ മത്സരിക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്നലെ ഞാൻ രാത്രി ഭക്ഷണം തയ്യാറാക്കുന്ന തലമുറയുടെ ഭാഗമായിട്ടുള്ള ആ EMS അക്കാദമിയുടെ നായനാർ അക്കാദമിയുടെ നായനാർ ഗ്രൗണ്ടിന്റെ സ്റ്റേഡിയത്തിന്റെ അടുത്ത് പോയി. അപ്പോഴേ എന്നോടവർ പറഞ്ഞ് 25,000 ആൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുക. 25,000 ആളുടെ ഭക്ഷണം തയ്യാറാക്കി യാതൊരു തരത്തിലുള്ള പാകപ്പിഴവില്ലാതെ രീതിയിൽ നമ്മുടെ മത്സരാർത്ഥികൾക്കും ഒപ്പമുള്ള ആളുകൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയും വർഷങ്ങളായിട്ട് തുടരുകയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. വളരെ ഫലപ്രദമായിട്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് സ്പോർട്സിൽ കേരളത്തിന് നല്ല ഭാവി ഉണ്ട്. നമുക്കറിയാം 37 വർഷം 38 വർഷം പ്രായമുള്ള റെക്കോർഡുകളൊക്കെ ഭേദിക്കാൻ കഴിയുന്ന ഏറ്റവും ദരിദ്രമായ കുടുംബത്തിൽ നിന്ന് വന്നവർക്ക് പോലും സാധിക്കുന്ന ഒരു പുതിയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കണം. ഇതിപ്പോൾ ഒരു മിനി ഒളിമ്പിക്സ് ആണ്. ഒരു ഒളിമ്പിക്സിലേക്ക് തന്നെ കുട്ടികളെ പരിശീലിപ്പിച്ച് പ്രാപ്തമാക്കുന്ന രീതിയിൽ കേരളത്തിന്റെ കായിക മേഖലയെ ശക്തിപ്പെടുത്താൻ കഴിയണം എന്നാണ് ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് എന്റെ ആഗ്രഹം. അത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്തു.